വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടം കിഴക്കേ മാട്ടുക്കട്ട റോഡ് നവീകരിക്കാൻ സർക്കാർ 40 ലക്ഷം രൂപ അനുവദിച്ചു. റോഡിന്റെ ദുരവസ്ഥ നിരവധി തവണ ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിനാണ് അനുകൂല നടപടി സ്വീകരിച്ചത്. എസ്റ്റിമേറ്റ് എടുത്ത് റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ പറഞ്ഞു. വർഷങ്ങളായി തകർന്ന് യാത്രാ ദുരിതം നേരിടുന്ന റോഡാണ് വെള്ളിലാങ്കണ്ടം കൽത്തൊട്ടി റോഡ്. ടാറിംഗ് പൊളിഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെട്ട് കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്നു. ഈ റോഡിലൂടെയുള്ള ദുരിതയാത്ര നിരവധി തവണ ഇടുക്കി വിഷൻ വാർത്തയാക്കിയിരുന്നു. റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നവകേരള സദസ്സിൽ നാട്ടുകാർ നിവേദനവും നൽകി. ഇതേ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന് 40 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് എടുത്ത് പൂർത്തിയാക്കുകയും ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തില് 13-ാം വാർഡിൽ കിഴക്കേ വെള്ളിലാങ്കണ്ടം കിഴക്കേ മാട്ടുക്കട്ട റോഡിന് ഗവൺമെന്റ് ഫണ്ടായി 40 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അതിലേക്ക് വേണ്ട എസ്റ്റിമേറ്റ് എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി ബ്ലോക്കിലെ വന്ന് എസ്റ്റിമേറ്റ് എടുത്തു പോകുന്ന നടപടിക്രമങ്ങൾ വരെ നടന്നിട്ടുള്ളതാണ്. ഗ്രാമീണ റോഡുകളുടെ ലിസ്റ്റ് ഗവൺമെൻറ് ആവശ്യപ്പെടുകയും അത്തരത്തിൽ പഞ്ചായത്തിൽ നിന്നും ലിസ്റ്റ് സമർപ്പിക്കുകയും അതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്കിപ്പം 40 ലക്ഷം അനുവദിച്ചതായിട്ട് അറിയിപ്പ് വരികയും എസ്റ്റിമേറ്റ് കൊടുത്ത് ഏപ്രിൽ മാസത്തോടുകൂടി പണി പൂർത്തീകരിക്കണം എന്നുള്ളൊരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്തരത്തിലൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. ടാറിംഗ് തകർന്ന് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡിൽ അപകടങ്ങളും നിത്യസംഭവമായിരുന്നു. കാഞ്ചിയാർ പഞ്ചായത്ത് 10 ലക്ഷം രൂപ റോഡിന് നീക്കിവെച്ചിരുന്നു. എന്നാൽ ഇത് ഒന്നിനും തികയില്ല. ഈ സാഹചര്യത്തിൽ സർക്കാർ 40 ലക്ഷം രൂപ അനുവദിച്ച് എസ്റ്റിമേറ്റ് എടുത്തത് ആശ്വാസകരമാണ്. വർഷങ്ങളായി റോഡ് തകർന്ന് വലിയ യാത്രാ ദുരിതമാണ് നാട്ടുകാർ നേരിട്ടത്. റോഡിന് പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.